mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ 100-ൽ-പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. വൈസ് ചെയർപേഴ്സന്റെ രാജി നീളുന്നു. താലൂക്ക് ആശുപത്രിയിലെ ഉദ്ഘാടന വേദിയിൽ ബഹിഷ്കരണവുമായി UDF കൗൺസിലർമാർ. മുൻ ധാരണ പ്രകാരം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത്ത പോളിന്റെ കാലാവധി ഡിസംബർ 28-ന് അവസാനിച്ചതാണ്. രാജി നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച ഭരണപക്ഷത്തെ 8 കൗൺസിലർമാർ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് നടന്ന ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. ബെന്നി ബെഹനാൻ MP ആണ് അങ്കമാലി നഗരസഭയുടെയും റോട്ടറി ക്ലബിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. ഈ ആശുപത്രിയെക്കുറിച്ച് നമുക്കെപ്പോഴും അഭിമാനമുണ്ട്. ഈ ആശുപത്രി വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതിലിവിടുത്തെ ജനപ്രതികൾ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, ഒട്ടേറെ സാമൂഹ്യ സംഘടനകളുടെ എല്ലാം പിൻബലമുണ്ട്, സഹായം. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ, അവരാണ് ആശുപത്രിയെ കൂടുതൽ പ്രയോജനകരമാക്കുന്നത്. റോജിം ജോൺ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുൻ നഗരസഭാ ചെയർമാൻമാരായിരുന്ന അഡ്വക്കേറ്റ് ഷിയോ പോൾ, റെജി മാത്യു, കൗൺസിലർമാരായ ജസ്മി ജിജോ, ജിത ഷിജോയ്, ഷൈനി മാർട്ടിൻ, ജാൻസി അരീക്കൽ, സിനി മനോജ്, മനു നാരായണൻ എന്നീ 8 കൗൺസിലർമാരാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത്. നാളെ അങ്കമാലി CSA ഹാളിൽ നടക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ കൺവെൻഷനും ബഹിഷ്കരിക്കുമെന്നറിയുന്നു. അങ്കമാലി നഗരസഭയിൽ ഭരണകക്ഷിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. കോൺഗ്രസിലേക്കും ഭിന്നത പടർന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അങ്കമാലി മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സാജു നെടുങ്ങാടനും സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്.